നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണോ അത് എത്ര വലിയ കാര്യമാണെങ്കിൽ പോലും വലിയ ഹാർഡ് വർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അത് അട്രാക്ട് ചെയ്യാനുള്ള ഒരു സീക്രട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഉടായിപ്പാണ് നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഐ എം സോറി, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. 100% വർക്ക് ആവുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് തരുന്നത്. ഫാൾസ് പ്രോമിസ് ഒന്നുമില്ല. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരത്തിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വർക്കൗട്ട് ആവുന്ന ടെക്നിക്സ് മാത്രം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ലൈഫ് കോച്ചിങ് ബാച്ചിൽ ഇത്രയധികം സക്സസ് ഉണ്ടാവുന്നത്. സ്റ്റുഡൻസ് ലൈഫിൽ അത്രയും വലിയ ചേഞ്ച് ക്രിയേറ്റഡ് ആവാനുള്ള റീസണും ഈ ഒരു പ്രാക്ടിക്കൽ എബിലിറ്റി തന്നെയാണ്. അല്ലാതെ ചുമ്മാതിരുന്ന അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം ലഭിക്കുമെന്നുള്ള ഉടായ്പൊന്നും ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരില്ല. സോ നമ്മുടെ ടെക്നിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വാട്സാപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി മോട്ടിവേഷനും ഫ്രീ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലൈഫ് കോച്ചിങ്ങിന്റെ ട്രെയിനിങ്ങും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ ലഭിക്കും കേട്ടോ. സോ എന്താണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു സീക്രട്ട് ടെക്നിക്? സാധാരണഗതിയിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം കാണും. ആ ലക്ഷ്യം ഒരുപക്ഷെ 10 കോടി രൂപയാവാം, അല്ലെങ്കിൽ നല്ലൊരു ജോലിയാവാം, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആവാം, എന്തുമാവാം. ആ ഒരു ലക്ഷ്യം നമ്മൾ ഓൾറെഡി നേടിയെടുത്ത് കഴിഞ്ഞതായിട്ട് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യും. ആ ഒരു എൻഡ് റിസൾട്ട് നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. അതിനുവേണ്ടി യൂണിവേഴ്സിനോട് താങ്ക്സ് പറയും, അഫർമേഷൻസ് പറയും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ മിസ് ഔട്ട് ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ഉണ്ട്. ഫ്യൂച്ചർ എംപോർട്ട്മെന്റ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന സീക്രട്ട് ടെക്നിക്സിന്റെ ഒരു കൊളാബറേഷൻ ആണത്. എന്റെ ബാച്ചിൽ ഈ ഒരു ടെക്നിക് തീവ്രമായി പരിശീലിപ്പിക്കുന്നതുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇത്ര വലിയൊരു ചേഞ്ച് അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ? ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം, ഭൗതികമായിട്ടുള്ള ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കുറെ പണം, സമ്പത്ത്, ജോലി, ഹെൽത്ത്, അതൊക്കെയല്ലേ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ക്വാളിറ്റീസ്, ഗുണങ്ങൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് വലിയ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണം ലൈഫിൽ, പക്ഷെ ആ സമ്പത്ത് കീപ്പ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ആ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കിൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ട്, ഈ കഴിവൊക്കെ നമുക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വിഷ്വലൈസ് ചെയ്യാറോ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ? അതല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടതെങ്കിൽ ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടുന്ന സ്നേഹം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത് കെയർ, ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റീസ്, അതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഗോൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അത് ഈ നിമിഷം നിങ്ങളുടെ കൈവെള്ളയിൽ യൂണിവേഴ്സ് വെച്ച് തന്നു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നിലനിർത്താനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ അത് നിങ്ങൾക്കുണ്ടോ? യൂണിവേഴ്സ് അത് ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടെന്ന് ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കൈവെള്ളയിൽ വെച്ച് തരാറുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ല, പല ആൾക്കാരും വലിയ സമ്പത്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അവർക്ക് അത് കിട്ടുമായിരിക്കാം, പക്ഷേ അത് നിലനിർത്താനുള്ള ക്വാളിറ്റി അവർക്ക് ഇല്ലാത്തതുകൊണ്ട് കിട്ടിയതെല്ലാം കയ്യിൽ നിന്ന് പോകാറുണ്ട്. പലപ്പോഴും ലോട്ടറി അടിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ പിന്നീട് പരാജയപ്പെടുന്നതിന്റെ ഒരു റീസൺ ഇതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ക്വാളിറ്റീസ് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ക്വാളിറ്റീസ് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. യൂണിവേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്ട്രോങ് സിഗ്നൽ ആണത്. ഞാൻ ലക്ഷ്യമിക്കുന്ന കാര്യം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിലനിർത്താനുള്ള ക്വാളിറ്റി, കപ്പാസിറ്റി എനിക്കുണ്ട് എന്ന് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഷയിൽ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടൊരു പരീക്ഷ പാസ്സാവണം. അപ്പൊ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് എന്താ? പരീക്ഷ പാസ്സാവുന്നതും നല്ല മാർക്ക് കിട്ടുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ആ പരീക്ഷയിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടെന്നിരിക്കട്ടെ, ആ സബ്ജക്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറുന്നതായിട്ടും ആ സബ്ജക്റ്റിൽ ഡീപ്പ് നോളജ്, വളരെ ആഴത്തിലുള്ള അറിവ് നേടുന്നതായിട്ടും ആ പരീക്ഷയ്ക്ക് വേണ്ടുന്ന അറിവൊക്കെ സ്വാംശീകരിക്കുന്നതായിട്ടും സ്ട്രോങ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ സ്റ്റഡീസിനെ ഭയങ്കര പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നിരിക്കട്ടെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, കാറ് വാങ്ങുന്നു, അതൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. പക്ഷെ അതിന്റെ കൂടെ ആ ബിസിനസ്സിൽ നിങ്ങൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്ട്, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്ട്, അല്ലെങ്കിൽ ഏത് ബിസിനസ് എങ്ങനെ വേണം റൺ ചെയ്യാൻ, ആ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമല്ലോ. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു. അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യാൻ വരുന്ന ഫുൾ കപ്പാസിറ്റി ഉള്ള നല്ല അറിവുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു. അതും വിഷ്വലൈസ് ചെയ്യണം. ആ ഒരു ഗോളിന് വേണ്ടി പരിശ്രമിക്കുകയും വേണം. കോഴ്സസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസിനെ പറ്റി പഠിക്കുക, റിസർച്ച് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനും അബൻഡൻസ് അല്ലെങ്കിൽ വെൽത്ത് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. ഒരു മില്ലിയനിയർ ആവുന്നതിന് മുമ്പ് യൂണിവേഴ്സ് എനിക്ക് നല്ല ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഫിനാൻഷ്യൽ ലിറ്ററസിയും തന്നു. അതൊക്കെ തന്ന് എന്നെ എക്യുപ്ഡ് ആയതിനു ശേഷമാണ് സമ്പത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജെയിൽ
സൂപ്രണ്ടായിട്ട് അപ്പോയിൻമെന്റ് ഇട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നന്നായിട്ട് ആഗ്രഹിച്ചു ചെയ്തൊരു ജോലിയാണ്. പക്ഷെ ആ ജോലി കിട്ടുന്നതിന് മുമ്പേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് നല്ല സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽ അല്ലെങ്കിൽ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി, നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ആയതിനു ശേഷമാണ് ആ ഒരു ജോലി എന്റെ കയ്യിൽ വെച്ച് തന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിലല്ല വെൽത്തോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയോ ബിസിനസ് ഓൺട്രപ്രണർഷിപ്പ് അതിലെ സക്സസ്സോ നല്ല വ്യക്തിബന്ധങ്ങളൊന്നും ഒരു രാത്രി ഈ ഇരുട്ടി വെളുക്കുമ്പോൾ വരുന്ന കാര്യങ്ങളല്ല. അതിനു മുമ്പ് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു വ്യക്തിത്വം നമ്മൾ നേടിയെടുക്കണം, ബിൽഡ് ചെയ്യണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ റിസൾട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കൂടെ ആ ഒരു ക്വാളിറ്റീസ്, ആ ഒരു വ്യക്തിയായി നിങ്ങൾ മാറുന്നതായിട്ട്, ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട്, കിട്ടുന്നതൊക്കെ നിലനിർത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനായി മാറുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ചടപടാന്ന് നടക്കും. കാര്യം നമ്മൾ ഓൾറെഡി എക്യുപ്ഡ് ആയി. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ലക്ഷ്യം കാണുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു മനുഷ്യനെ യൂണിവേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ കൂടെ യൂണിവേഴ്സ് നിൽക്കും. യൂണിവേഴ്സ് ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യും. അല്ലാതെ വെറുതെ ഒരു മൂലയെ കുത്തിയിരുന്ന അഫർമേഷൻസ് വിഷ്വലൈസേഷൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കളത്തിലിറങ്ങി കളിക്കണം. നമ്മൾ നേടുന്ന കാര്യത്തിന് ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് നമുക്കും സമൂഹത്തിനും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ക്രിയേറ്റഡ് ആവണം. ഇതെല്ലാം നിങ്ങളൊരു പാക്കേജ് പോലെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റഡ് ആവും. സോ ഈ ഒരു അറിവ് ഉപയോഗിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ. വെറുതെ ഉഴപ്പിയിരിക്കരുത്. നമുക്ക് ധാരാളം ദൂരം സഞ്ചരിക്കാനുണ്ട്. ജന്മം ഒന്നേ ഉള്ളൂ. ആ ഒരു ലൈഫ് നമ്മൾ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ട് തന്നെ ജീവിക്കണം. സോ ഈ രീതിയിൽ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തീവ്ര പരിശീലനത്തിന് ഞങ്ങളുടെ അഫോർഡബിൾ ലൈഫ് കോച്ചിങ് ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, ഐഡന്റിറ്റി എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം, മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ലക്ഷ്യം കാണുന്ന ഒരു ഗോളിന് വേണ്ടി എങ്ങനെ പരിശ്രമിക്കണം, സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ ആങ്സൈറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഓവർ തിങ്കിങ് എങ്ങനെ കുറയ്ക്കണം, അതിൻ്റെയൊക്കെ തീവ്രമായ പരിശീലനം ഞാൻ തന്നെ നേരിട്ട് നിങ്ങൾക്ക് ഈ ബാച്ചുകൾ എടുത്തിരുന്നതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉടായ്പ കാര്യങ്ങൾ ചുമ്മാ ഒരിടത്ത് കുത്തിയിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ദയവായി ബാച്ചിലേക്ക് വരരുത്. കാര്യം 100% വർക്കൗട്ട് ആവുന്ന ടെക്നിക്കുകൾ അല്ലെങ്കിൽ ആ ഒരു ടാക്ടിക്സ്, തന്ത്രങ്ങൾ, അത് മാത്രമായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക. എൻ്റെ ലൈഫിൽ ഞാൻ ഉപയോഗിച്ച് വിജയിച്ച തന്ത്രങ്ങൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ലൈഫിൽ ഉപയോഗിച്ച് 100% നമുക്ക് വിജയം കിട്ടിയിട്ടുള്ള പ്ലാൻസ്, ടാക്ടിക്സ്, അതൊക്കെയായിരിക്കും ഈ ഒരു ബാച്ചിൽ കൂടെ നിങ്ങളിലേക്ക് തരിക. ഡെമോ ക്ലാസ് ഒക്കെ കണ്ടു നോക്കുക. ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിന്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അതിനോടൊപ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതും കമന്റ് സെക്ഷനിൽ പറയാം. അപ്പം എനിക്ക് അടുത്ത വീഡിയോ ഈ ടോപ്പിക്സ് ഒക്കെ വെച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.